അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 29. എന്തവിടെ രണ്ടാളും കൂടെ പരിപാടി? ചിത്തിരയാണ് അത് ചോദിച്ചത്. അഗ്നി അവരെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ. ഞാനും ജ്വാലയും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ? അഗ്നി ചോദിച്ചു. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവനൊന്ന് വിക്കി. അപ്പു അവനെ സൂക്ഷിച്ചു നോക്കി. ഞങ്ങളിതേ ഇപ്പൊ വന്നതേയുള്ളൂ. രണ്ടാളെയും കാണാത്തോണ്ട് തെരഞ്ഞു വന്നതാ ഞങ്ങള്. ഇവിടെ വന്നപ്പോ ഏട്ടത്തി ഏട്ടനോട് ദേഷ്യപ്പെടുന്നു. ഏട്ടൻ ഏട്ടത്തിയെ പിടിക്കാൻ നോക്കുന്നു. എന്താണ് മോനെ ആകെ മൊത്തൊരു വശപ്പശക്ക്? അപ്പു അവനെ ആകെ മൊത്തം വന്ന് ഒഴിഞ്ഞു നോക്കി. ജ്വാല അപ്പോഴും അഗ്നിയെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. എന്ത് വശപ്പശക്ക്? ഒന്ന് പോടച്ചക്ക. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വെറുതെ സംസാരിച്ചിരുന്നതാ. അതിന് നിനക്കെന്താ? അഗ്നി അപ്പുവിനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പു അവനിൽ നിന്നും ചുണ്ടുകൊട്ടിക്കൊണ്ട് നേരെ നോക്കിയത് അഗ്നിയെ കലിയോടെ നോക്കുന്ന ജ്വാലയാണ്. എടി ഏട്ടത്തി, നിന്റെ മുഖത്തെന്താ കടന്നലൂത്തിയോ? നീയും നിന്റെ അദ്ദേഹവും തമ്മിലുള്ള പിണക്കൊക്കെ തീർന്നോ? അപ്പു അവളോട് കളിയോടെ ചോദിച്ചു. ആരവേട്ടാ? അവള് പല്ല് കടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. അപ്പുവിന് ചിരി പൊട്ടി. അദ്ദേഹോ? അഗ്നി കാര്യം മനസ്സിലാവാതെ സംശയത്തോടെ ചോദിച്ചു. ജ്വാല ചമ്മലോടെ പെട്ടെന്ന് തല താഴ്ത്തി. ചിത്തിര ജ്വാലയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അമ്മ ആരവേട്ടനോട് ആളോട് പറയല്ലെന്ന് ഒന്ന് പറയോ? ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞതല്ലേ. ജ്വാല ചിത്തിരയുടെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞു. ചിത്തിര സമ്മതം എന്നോണം അവളെ കുറുമ്പോടെ നോക്കി തല കുലുക്കി. അപ്പു, ചിത്തിര അവനെ ഗൗരവത്തോടെ വിളിച്ചു. തടയരുത് രാജമാത എന്നെ. നിങ്ങൾ തടഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡോണ്ടു. അവൻ സ്വയം ചുണ്ടിനു മുകളിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചെറുക്കനെ കൊണ്ട്. ചിത്തിര ചിരിയോടെ മോഹനെ നോക്കി. മോഹന്റെ നോട്ടം പക്ഷേ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ജ്വാലയിലായിരുന്നു. ആദ്യമായിട്ട് അവളെ കണ്ടപ്പോൾ ആ കണ്ണുകൾക്ക് പോലും ജീവൻ ഉണ്ടായിരുന്നില്ല. എത്ര പെട്ടെന്നാ അവൾ ഇവിടെയുള്ളവരായിട്ട് ഇണങ്ങിയത്. അയാൾ നിറഞ്ഞ സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു. അപ്പു വീണ്ടും അഗ്നിയെ നോക്കി. അഗ്നി അപ്പോഴും അപ്പുവിനെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ, അപ്പൊ അദ്ദേഹം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാ? അവൻ അഗ്നിയോട് ചോദിച്ചു. എന്ത്? അഗ്നി നെറ്റി ചുളിച്ചു. ഓ സോറി ഏട്ടാ, ഈ അദ്ദേഹത്തെ കൊണ്ട് തോറ്റു. ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടാ, നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് എന്നല്ലേ? ആ അതന്നെ ഏട്ടാ. ഏട്ടത്തി അമ്മയോട് ഏട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ അഭിസംബോധന ചെയ്ത വാക്കാ ഈ അദ്ദേഹം. അതായത് ഏട്ടാ, ചിത്രം സിനിമയിലെ സെയിം സീൻ. അതിൽ രഞ്ജിനി നെടുമുടി വേണുവിനോട് പറയില്ലേ അദ്ദേഹത്തെ കൂടെ വിളിച്ചോളാൻ? അത് തന്നെ. ഇവിടെ പക്ഷെ അഗ്നിദേവ ആ പറഞ്ഞ അദ്ദേഹം. എന്താലേ? അവൻ താടിക്ക് കൈകൊടുത്തുകൊണ്ട് വലിയെന്തോ കാര്യം പോലെ പറഞ്ഞു. അഗ്നി ജ്വാലയെ കൂർപ്പിച്ചു നോക്കി. അവൾക്ക് അവനെ നോക്കാൻ ചമ്മല് തോന്നിയെങ്കിലും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. എന്റെ പൂച്ചക്കുട്ടി, നിന്നെ ഞാൻ ശരിയാക്കി തരാട്ടോ. അവൻ ചുണ്ടനയ്ക്ക് പതിയെ അവളോട് പറഞ്ഞു. അവൻ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയ അവൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവുകയും ചെയ്തു. അമ്മേ, ദേ അമ്മയുടെ മോൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ജ്വാല ചിത്തിരയോട് പരാതി പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് എല്ലാവർക്കും ഒരുപോലെ ചിരി വന്നുപോയി. ചിത്തിര ടീച്ചറെ, ചെന്ന് ചൂരലെടുത്തിട്ട് വന്നേ. കുട്ടി പരാതി പറയുന്ന കേട്ടില്ലേ? അല്ല, മോൾ എത്രയല്ല പഠിക്കുന്നേ? അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ജ്വാല അവനെ അടിക്കാനായി അവനടുത്തേക്ക് ദേഷ്യത്തോടോടി. അപ്പു ചിരിച്ചുകൊണ്ട് മോഹന്റെ മറവിലേക്ക് നിന്നു. മോഹന്റെ മുന്നിൽ വന്നു നിന്ന് ജ്വാല രണ്ട് കൈകൊണ്ടും അപ്പുവിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പു, വേണ്ടാട്ടോ. നീ എന്തിനാടാ മോളെങ്ങനെ കളിയാക്കുന്നേ? മോഹൻ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഈ വെറുതെ രസം, അവൻ ഇളിയോടെ പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു വശത്ത് നിന്ന് ജ്വാലയെ നോക്കി. പോ, ഞാൻ മിണ്ടില്ല ഇനി. അവൾ അവനോട് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് മോഹന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. മോഹന്റെ കണ്ണൊന്നു കലങ്ങി. അയാൾ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തലോടി. ഏട്ടത്തി സോറി. അവൻ അവളുടെ അടുത്ത് വന്നു നിന്ന് അവളുടെ തോളിൽ ചുരണ്ടിക്കൊണ്ട് പറഞ്ഞു. ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. പോരവേട്ട. അവൾ അവനെ കള്ളപ്പിണക്കത്തോടെ നോക്കി. അപ്പു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ അവന്റെ തോളുകൊണ്ടൊന്ന് തട്ടി മോഹന്റെ കൈ അവളിൽ നിന്ന് വിടുവിപ്പിച്ച് അവനും അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നു. ജ്വാല അവനെ കെറുവോടെ നോക്കി. എന്റെ അച്ഛനാ. അപ്പു അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല മുഖം വീർപ്പിച്ചു. മോഹൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രണ്ടു മക്കളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. അഗ്നിയുടെ കണ്ണുകൾ ഈ നേരം അത്രയും അവന്റെ പെണ്ണ് ചെയ്യുന്ന പ്രവൃത്തികളിലും അവളുടെ കുറുമ്പ് നിറഞ്ഞ മുഖത്തുമായിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾക്കൊരു മാറ്റം അവനും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിലും ആത്മാർത്ഥായ സ്നേഹം എന്തായാലും എല്ലാവരും മനസ്സിലാക്കുക ചെയ്യും. അങ്ങനെയാണെങ്കിൽ വൈകാതെ എൻ്റെ കുഞ്ഞൻ എൻ്റെ പ്രണയവും മനസ്സിലാക്കും. അവൻ നിറഞ്ഞ മനസ്സോടെ ചിന്തിച്ചു. ചിത്ര ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ തലോടി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ജ്വാല വേഗം മോഹനിൽ നിന്നും അകന്നു നിന്ന് അഗ്നിയെ തിരിഞ്ഞു നോക്കി. അഗ്നി അവളെ നോക്കി പ്രണയത്തോടെ ചിരിച്ചു. പക്ഷേ അവളുടെ നോട്ടത്തിൽ അവനെന്തോ ഒരു അപായമണി മുഴങ്ങി. അവൻ അവളെ മിഴിച്ചു നോക്കി. അതെ, ആരും തന്നോട് ചോദിക്കാത്ത ഇത്രയും നേരം ഇവിടെ എന്തായിരുന്നു എന്ന്? അവൾ അഗ്നിയെ തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അഗ്നിയുടെ നെഞ്ചിടിപ്പ് ഒന്നുയർന്നു.
അപ്പു പെട്ടെന്ന് ആകാംക്ഷയോടെ അവളെ നോക്കി. ആ, പറ 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 പറയട്ടെത്തി പറ, എന്തായിരുന്നു ഇവിടെ ഇത്രയും നേരം, വേഗം പറ. അപ്പുവിന് അതറിയാൻ ആവേശമായി. അപ്പു, അഗ്നി അവനെ ദയനീയമായി വിളിച്ചു. എന്താ ഏട്ടാ? അവൻ നിഷ്കളങ്കമായി അഗ്നിയോട് ചോദിച്ചു. അവന്റെ മുഖത്ത് ദയനീയ ഭാവം. അപ്പു അത് കാണാത്തതുപോലെ ജ്വാലയിലേക്ക് നോട്ടം തിരിച്ചു. എന്താ മോളെ, എന്തായിരുന്നു ഇവിടെ? കണ്ണമ്മോളെ വഴക്കൊല്ലതും പറഞ്ഞോ? ഞങ്ങൾ വന്നപ്പോ മോളെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കണത് പോലെ തോന്നി. ചിത്തിര ആകുലതയോടെ ചോദിച്ചു. കുഞ്ഞാ, അഗ്നി വല്ലായ്മയോടെ അവളെ വിളിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കവേ എല്ലാവരുടെയും മുഖത്ത് സംശയം നിറഞ്ഞു. അവൾ അവനെ നോക്കി പുച്ഛിച്ചു. അമ്മേ, ആരവേട്ടൻ്റെ ഏട്ടൻ എന്നെ ഉമ്മ വെച്ചു. ദേ എന്റെ ചുണ്ടില് കുറെ നേരം ഉമ്മ വെച്ചു. ഞാൻ തടയാൻ നോക്കിയിട്ടും എന്നെ വിട്ടില്ല. ചോദിക്കമ്മേ, എന്നോട് ദേഷ്യം ഉണ്ടിച്ചാ ഉമ്മ വെച്ചാ തീർക്കുക? വഴക്ക് പറയിയാളെ. ഞാൻ നേരത്തെ പറഞ്ഞത് സത്യം തന്നെയാ. ഡ്രാക്കുള ആരവേട്ടൻ്റെ ഏട്ടൻ എന്റെ ചുണ്ട് പൊട്ടിച്ചില്ലാന്നേ ഉള്ളൂ. ചോദിക്കച്ച എല്ലാരും. അവൾ അഗ്നിയെ നോക്കിയാണ് അത്രയും പറഞ്ഞത്. എന്താണ് താൻ മറ്റുള്ളവരോട് പറയുന്നതെന്നോ അത് അവരോട് പറയാൻ പാടുണ്ടോ എന്നൊന്നും അവൾ ആ നിമിഷം ചിന്തിച്ചില്ല. അവന് വഴക്ക് കേൾക്കണം, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോഴും. ജ്വാലയുടെ തുറന്നു പറച്ചിൽ കേട്ട് അഗ്നിയുടെ കണ്ണിപ്പോൾ പുറത്തു വരുമെന്ന പോലെ ആയിട്ടുണ്ട്. എന്റെ മഹാദേവ, അവൻ അറിയാതെ വിളിച്ചുപോയി. അവൻ മോഹനെയും ചിത്തിരയും ഒന്ന് പാളി നോക്കി. രണ്ടുപേരുടെ മുഖത്ത് ഒരു പകപ്പ്. അവന്റെ നോട്ടം കണ്ടതും ചിത്തിര പെട്ടെന്ന് ചിരിയോടെ തല താഴ്ത്തി. അഗ്നി അപ്പുവിനെ ഒന്ന് നോക്കി. അവന്റെ മുഖത്ത് കള്ളച്ചിരി. അവൻ അപ്പുവിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അവൻ തല രണ്ടു വശത്തേക്ക് മാറ്റി വല്ലാത്തൊരു ഭാവത്തോടെ അവന്റെ ചുണ്ടിൽ തടവി. അയ്യേ! അവന്റെ മുഖത്തെ ഭാവം കണ്ട് അഗ്നി അറിയാതെ പറഞ്ഞുപോയി. അപ്പു ചിരിച്ചു പോരുന്നു. ജ്വാല അപ്പുവിനെ തറപ്പിച്ചു നോക്കി. എന്തിനാ അരവേട്ടൻ ചിരിക്കണേ? ചോദിക്ക അരവേട്ടൻ്റെ ഏട്ടനോട് എന്തിനെന്നെ ഉമ്മ വെച്ചേന്ന്. അച്ഛൻ്റെ ഷോക്കടിച്ച പോലെ നിൽക്കുന്നേ. ചോദിക്കേ അമ്മേ, അമ്മയും ചോദിക്കേ. അവള് വാശിയോടെ മൂന്നുപേരോടും പറഞ്ഞു. മോഹനും ചിത്രയും അഗ്നിയെ കുറുമ്പോടെ നോക്കി. അഗ്നിയുടെ മുഖം ഒന്ന് ചുവന്നു. ആ, വെറുതെ അല്ല. അപ്പൊ ഞാൻ കണ്ടത് തെറ്റിയതല്ല അല്ലേ? ഞാൻ കരുതിയത് ഏട്ടത്തിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് എന്തേലും ഉള്ളതുകൊണ്ട് ഏട്ടൻ ഏട്ടത്തിക്ക് കൃത്രിമ ശ്വാസം തരുവാണെന്നാ. അതാ ഞാൻ ഓടിപ്പോയി അച്ഛനെയും അമ്മയും വിളിച്ചിട്ട് വന്നേ. അപ്പോഴേക്കും സീൻ കഴിഞ്ഞു. അല്ല, കൃത്രിമ ശ്വാസം കൊടുക്കല് കഴിഞ്ഞു. അപ്പു ജ്വാലയും അഗ്നിയെ നോക്കി നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവനെ തുറച്ചു നോക്കി. അവിടെ നടന്നതെല്ലാം അവൻ വ്യക്തമായി കണ്ടിട്ടുണ്ടെന്ന് അഗ്നിക്ക് മനസ്സിലായി. അവൻ അപ്പുവിനെ നോക്കി കുറുമ്പോടെ ചിരിച്ചു. ജ്വാലയ്ക്ക് പക്ഷേ കുലുക്കൊന്നുമില്ല. ആരവേട്ടൻ കണ്ടതുകൊണ്ട് ആരവേട്ടൻ്റെ ഏട്ടന് ഉറപ്പായിട്ട് വഴക്ക് കിട്ടും. ആ നിമിഷം അവളുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമായിരുന്നു. ഡ്രാക്കുള, ചെകുത്താൻ, ദുഷ്ടൻ. അവൾ പിറുപിറുത്തു. ശരിയാക്കി തരാടി നിന്നെ ഞാൻ. അഗ്നി അവളോട് പതിയെ പറഞ്ഞു. അമ്മേ! അവള് ചിത്തിരയെ വീണ്ടും വിളിച്ചു. എന്താ എന്താ മോളെ? അവർ വെപ്രാളത്തോടെ ചോദിച്ചു. വഴക്ക് പറ അമ്മ, ദേ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ചോദിക്കുന്ന എന്തിനു ഉമ്മ വെച്ചെന്ന് അവൾ ചിത്തിരയോട് പറഞ്ഞു. ചിത്ര അവളോട് എന്തു മറുപടി പറയുമെന്നറിയാതെ അവളെ ദയനീയമായി നോക്കി. മോഹനും അപ്പു അപ്പോഴും അമ്പട കേമ എന്ന എക്സ്പ്രഷൻ ഇട്ട് അഗ്നിയെ നോക്കുകയാണ്. അഗ്നി അവരെ നോക്കി അപ്പോഴും ഒന്ന് ചിരിച്ചു കൊടുത്തു. ഒപ്പം ജ്വാലയെ ഒന്ന് തനിച്ചു കിട്ടാനായി അവൻ കാത്തുനിന്നു. അമ്മേ, എന്താ ചോദിക്കാത്തെ? ജ്വാല ചുണ്ടു പിളർത്തിക്കൊണ്ട് ചിത്തിരയോട് ചോദിച്ചു. അത് മോളെ, അവനല്ലെങ്കിലും കുറച്ച് വികൃതി കൂടുതലാ. അമ്മ പിന്നെ വഴക്കു പറഞ്ഞോളാം മോളെ. അമ്മയുടെ കുട്ടി വാ, നമുക്ക് അകത്തേക്ക് പോവാ. ചിത്തിര അഗ്നിയെ നോക്കാതെ എങ്ങനെയൊക്കെയോ അവളോട് പറഞ്ഞു. ചിത്തിരയ്ക്ക് യഥാർത്ഥത്തിൽ നല്ല ജാള്യത തോന്നുന്നുണ്ടായിരുന്നു. മകനാണ്, അവന് ഒരു ഭർത്താവാണിന്ന്. അങ്ങനെയുള്ളപ്പോ താൻ എങ്ങനെയാ അവനോട് ഇതൊക്കെ പറയാ? എന്റെ മഹാദേവ, ഈ കുട്ടി എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയല്ലോ. ചിത്തിര ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചു. അമ്മേ! ജ്വാല സങ്കടത്തോടെ വിളിച്ചു. അമ്മയുടെ മോള് വാ. മോള് നമ്മുടെ വീടൊന്നും മുഴുവനായി കണ്ടിട്ടില്ലല്ലോ. അമ്മ കാണിച്ചു തരാം. അപ്പു, നീയും വന്നേ. ചിത്തിര സംസാരം അവിടെ അവസാനിപ്പിക്കാനായി പെട്ടെന്ന് പറഞ്ഞു. ജ്വാല മുഖം വീർപ്പിച്ചുകൊണ്ട് മൂന്നുപേരെ നോക്കി. അപ്പ അമ്മയെ കൃത്രിമശ്വാസത്തിന് ഒരു തീരുമാനമായില്ലല്ലോ. അപ്പു കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അഗ്നിയെ ഇടം കണ്ടിട്ട് നോക്കി. അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. അപ്പു വിളിച്ചു കൊടുത്തു. വായട്ടെത്തി, നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് നടന്നു. മുകളിലേക്ക് കയറും മുന്നേ ജ്വാല അഗ്നിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ നോട്ടം കണ്ട് അഗ്നി അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. ജ്വാല വെപ്രാളത്തോടെ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം തിരിച്ച് മുകളിലേക്ക് നടന്നു. അത് കണ്ട് അഗ്നിയും മീശത്തുമ്പ് കടിച്ച് നേരെ നോക്കിയത് തന്നെ കള്ളച്ചിരിയോടെ നോക്കുന്ന മോഹനെയാണ്. അച്ഛ! അയാളുടെ നോട്ടം കണ്ട് അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് വിളിച്ചു. അവന്റെ വീർത്ത മുഖം കണ്ടതും മോഹൻ പൊട്ടിച്ചിരിച്ചു. അഗ്നി അയാളെ കൂർപ്പിച്ചു നോക്കി. എന്തോന്ന് ചെറുക്ക ഇത്? ഒരു ഉമ്മ വെച്ചതുപോലും നിന്റെ ഭാര്യ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെ അവള് ഞങ്ങളോട് വിളിച്ചു പറയും? ഇത്ര ചെറിയ കുട്ടിയായിരുന്നോ നിന്റെ ഭാര്യ? ഇതൊന്നും അറിവില്ലേ? മോഹൻ അവനെ കളിയാക്കി. അവള് ചെറിയ കുട്ടി തന്നെയാ, അത് അച്ഛനെ അറിഞ്ഞൂടെ? പക്ഷെ ഇതവള് നിങ്ങളോടെല്ലാം പറയുമെന്ന് ഞാനും കരുതിയില്ല.
അവൻ ജാള്യതയോടെ അയാളോട് പറഞ്ഞു. അവന്റെ മുഖത്തെ ഭാവം കണ്ട് മോഹന് വീണ്ടും ചിരി വന്നെങ്കിലും അയാളെ ഒതുക്കിക്കൊണ്ട് അവനെ കുസൃതിയോടെ നോക്കി അവന്റെ തോളിലൂടെ കൈയിട്ടു. നിനക്ക് നാണക്കേടായല്ലേ കണ്ണാ? അയാള് ചോദിച്ചു. ഇല്ലച്ചാ, അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാ, അവള് ചെറിയ കുട്ടിയാ. ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണെങ്കിലും അവൾ എന്നും തനിച്ചായിരുന്നു. അവൾക്കാകെ കൂട്ട് ചരണിന്റെ അനിയത്തിയും. അച്ഛനറിയാലോ ചരണിന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അത്. അവൾ ആരോടും മിണ്ടണത് ഇഷ്ടല്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളോട്. പെൺകുട്ടികളോട് പോലും അവൾ നേരാവണ്ണം സംസാരിക്കാറില്ല. ആ വീടും പിന്നെ അവൾ നമ്മളോട് പറഞ്ഞ അവളുടെ പൊന്നോ മാത്ര അവളുടെ ജീവിതത്തെ എന്ന് സ്വാധീനിച്ചിട്ടുള്ളത്. അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. മോനെ, അയാൾ അവനെ സങ്കടത്തോടെ വിളിച്ചു. ഏയ് ഇല്ലച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുഞ്ഞൻ ജനിച്ചു വളർന്ന സാഹചര്യം പറഞ്ഞു വന്നപ്പോൾ ഒരു കുഞ്ഞു സങ്കടം, അത്രേ ഉള്ളൂ എനിക്ക്. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അയാളിൽ നിന്നും അകന്ന് പുറത്തേക്ക് നോക്കി നിന്നു. പ്രായത്തിന്റെ മോനെ, അത്രയ്ക്കുള്ള പക്വതയ്ക്ക് കാണൂ. കുറച്ച് കഴിയുമ്പോൾ അവളെല്ലാം മനസ്സിലാക്കും. അയാൾ അവനോട് വാത്സല്യത്തോടെ പറഞ്ഞു. അതെ അച്ഛാ, എനിക്കറിയാം അവൾ മാറും. പക്ഷെ എൻ്റെ കുഞ്ഞൻ എന്നും എന്നോട് ഇതുപോലെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം. ഇപ്പോ കുറച്ചു മുന്നേ കണ്ടില്ലേ, ഒരു വികൃതി കുട്ടിയെ പോലെ. അതുപോലെ ആയാ മതി അവളെന്നും. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. കാര്യമൊക്കെ ശരിയാടാ മോനെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇനിയും കുറെ നഗ്നസത്യങ്ങള് അവള് ഞങ്ങളോട് തുറന്നു പറയും. അത് ചിലപ്പോ നിനക്കത്ര നല്ലതിനാവില്ല. മോഹൻ ചിരിക്കുന്ന ശബ്ദം അഗ്നി കേട്ടു. അവൻ അയാളെ കുറുമ്പോടെ നോക്കി. അത്യാവശ്യം പക്വതയൊക്കെ ഉണ്ടച്ച അവൾക്ക്. ഒന്നുമില്ലെങ്കിലും ചരണിൽ നിന്നും അവളെ തന്നെ സംരക്ഷിച്ചവളല്ലേ എൻ്റെ കുഞ്ഞൻ. അവൻ ചിരിച്ചു. അതാടാ ചക്ക എനിക്ക് മനസ്സിലാവാത്തെ. അവന്റെ സ്വഭാവം വെച്ച് അവൻ അവളോട് വല്ല കുരുത്തക്കേടും കാണിക്കാൻ ചെന്ന് കാണില്ലേ? അപ്പോ എങ്ങനെ ഈ കുട്ടി അവളെ സംരക്ഷിച്ചു കാണും? അവൾക്ക് അറിയാലോ അപ്പോ അവന്റെ ഇന്റൻഷൻ അത്ര നല്ലതല്ലാന്ന്. മോഹൻ അയാളുടെ സംശയം വ്യക്തമാക്കി. ശരണിനെന്നല്ല, അവിടെയുള്ള ആരെയും മനസ്സിലാക്കാൻ എൻ്റെ കുഞ്ഞിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അച്ഛാ. അവൾക്കിപ്പോഴും അവിടെ ഉള്ളവരെല്ലാം ഒരുപാട് ഇഷ്ടാ. പിന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ചരൺ അവളോട് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേന്ന്. അത് പറയുമ്പോൾ അഗ്നിയുടെ പല്ലൊന്നും മുറുകി. കണ്ണ, മോഹൻ അവന്റെ തോളിലായി കൈയമർത്തി. അവൻ അവളോടുള്ള താല്പര്യം അതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി അച്ഛാ. പക്ഷെ അറിഞ്ഞ സമയം തൊട്ട് ഞാൻ അവിടെ തീ ചവിട്ടിയെന്ന പോലെ നിന്നിരുന്നേ. എൻ്റെ കുഞ്ഞൻ അവൾ എങ്ങനെ അവളെ സംരക്ഷിക്കും എനിക്കറിയില്ലായിരുന്നു. ആകെ പേടി. പക്ഷേ ഒന്നറിയായിരുന്നു അച്ഛാ, അവള് കുഞ്ഞാ, എൻ്റെ കുഞ്ഞൻ. ഒരുപക്ഷെ അവളെ ബലായിട്ട് അവൻ കീഴ്പ്പെടുത്തിയിരുന്നെങ്കിൽ പോലും ഇന്ന് ജ്വാല എൻ്റെ ഭാര്യ തന്നെ ആയിരുന്നിരിക്കും അച്ഛാ. അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചു പോയി. അത് പറയുമ്പോൾ അവന്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. കണ്ണ, അയാൾ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അഗ്നി നിറഞ്ഞ കണ്ണോടെ മോഹനെ നോക്കി. അമേരിക്കയിൽ ഓരോ ദിവസവും അവളെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഞാൻ കഴിച്ചുകൂട്ടിയ നാളുകൾ. ചരൺ അവളെ എന്തെങ്കിലും ചെയ്യുമെന്ന ഭയം. കാരണം അവൾക്ക് ശരിയെന്ത് തെറ്റെന്തെന്ന് പോലും അറിയില്ല. ആ വീട്, അവിടെയുള്ള ആളുകൾ, അത്രമാത്ര എൻ്റെ കുഞ്ഞന്റെ ലോകം. പക്ഷെ ഇപ്പോ എനിക്കറിയാച്ച, എൻ്റെ കുഞ്ഞൻ അത്ര ചെറിയ കുട്ടിയൊന്നല്ല. അവളെ സൂക്ഷിക്കാൻ അവൾക്കറിയാം. ഞാൻ അവളെ തൊടുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിങ്ങളോട് പരാതി പറയുന്നേ. അത്രേ ഉള്ളൂ. ഒരു പെണ്ണിന് അവളുടെ ശരീരം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവൾക്കും അറിയാം. പക്ഷെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര അറിവില്ലാന്ന് തോന്നുന്നു. ആദ്യം ഗൗരവത്തോടെയും അവസാനം ചമ്മലോടെയും അവൻ പറഞ്ഞു. മോഹന് അവന്റെ ഭാവം കണ്ട് ചിരി വന്നു. പോട്ടടാ മോനെ, ഇനി എത്ര നാണം കെടാൻ കിടക്കുന്നു. ഇതൊരു തുടക്കല്ലേ ആയിട്ടുള്ളൂ. അതിൽ നീ സന്തോഷിക്ക്. മോഹൻ അവനെ കളിയാക്കി. അച്ഛാ, അവൻ മോഹനെ കുറുമ്പോടെ വിളിച്ചു. മോഹൻ അവനെ ചിരിയോടെ ചേർത്ത് പിടിച്ചു. ജ്വാല അന്നത്തെ ദിവസം പിന്നെ അഗ്നിയുടെ അടുത്തേക്ക് പോലും പോയിരുന്നില്ല. അവനെ കാണുമ്പോഴേക്കും അവള് വെപ്രാളത്തോടെ അവനിൽ നിന്ന് മുഖം മാറ്റി മുത്തശ്ശിമാരുടെ അപ്പുവിന്റെ അടുത്ത് പോയിരിക്കും. അഗ്നി അവളുടെ കുറുമ്പെല്ലാം ഉള്ളിലൊതുക്കിയ ചിരിയോടെ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ നോക്കിയിരിക്കും. ഇടയ്ക്ക് അഗ്നി അവരുടെ ഓഫീസിലേക്കൊന്ന് പോയി. നാട്ടിലേക്ക് വന്ന ശേഷം അവൻ അവരുടെ ഓഫീസിൽ ജോയിൻ ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് പോയി അഗ്നി പിന്നീട് മടങ്ങി വന്നത് രാത്രിയിലാണ്. അകത്തേക്ക് കയറിയപ്പോൾ അവന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് തന്റെ പ്രിയപ്പെട്ടവളെയാണ്. മുകളിൽ അപ്പുവിന്റെ റൂമിൽ നിന്നും അവളുടെ ചിരിയോടെയുള്ള സംസാരം അവൻ കേട്ടു. അഗ്നി ഒരു ചിരിയോടെ അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. തുടരും.